കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 സോഷ്യോളജിയുടെ രണ്ടാമത്തെ പാഠമാണ്, ടേംസ് കോൺസെപ്റ്റ്സ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി. ഈ പാഠത്തിൻ്റെ 2 പാർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ പാർട്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മുടെ +1 സോഷ്യോളജി എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 2 പാർട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും പഠിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അതാണ് നമ്മളൊരു പുതിയ ടോപ്പിക്കാണെന്ന് പഠിക്കാൻ പോകുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. 8 മാർക്കിന് എസ്സേക്ക് ചോദിക്കുന്ന ടോപ്പിക്കാണ്, അല്ലെങ്കിൽ 6 മാർക്കിന് ചോദിക്കും. അങ്ങനെ എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് എന്താക്കാം, ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സാമൂഹിക ശ്രേണീകരണം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്താണെന്നറിയാമോ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ സമൂഹത്തെ പല തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ പണത്തിൻ്റെയോ അതുപോലെ തന്നെ പദവിയുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്, സമൂഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പല തട്ടുകളായിട്ട് ഇങ്ങനെ വിഭജിച്ച് വെച്ചിട്ടുണ്ട്. അതിനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പല ശ്രേണികളായിട്ട്, പല ലെയറായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമുക്കറിയില്ലേ, നമ്മുടെ സമൂഹത്തിൽ എന്താണ് അപ്പർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഡിവിഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഡിവിഷൻസിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ റെഫേഴ്സ് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് സ്ട്രക്ചേർഡ് ഇനിക്വാളിറ്റീസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിനകത്ത് തന്നെ ഉള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇനിക്വാളിറ്റീസ് ആണ് എന്ത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് ഇനിക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം, ഓൾറെഡി സെറ്റ് ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ള അസമത്വങ്ങൾ അല്ലേ, അതാണ് നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്താണെന്നുള്ളത്. എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, പല ലെയറുകളായിട്ട് നമ്മുടെ ആൾക്കാരെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഈ ഒരു ജാതിയിൽ ജനിക്കുന്നവർ അല്ലെങ്കിൽ ഇത്ര വരുമാനമുള്ളവരൊക്കെ അപ്പർ ക്ലാസ്സിലാണെന്ന്, ബാക്കിയുള്ളവർ ലോവർ ക്ലാസ്, ഇങ്ങനെയൊക്കെ അസമത്വങ്ങളുടെ പേരിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്താ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പല ലെയറുകളായിട്ട് നമ്മൾ സമൂഹത്തെ മൊത്തത്തിൽ ആകമാനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിഭജിച്ച് വെച്ചിട്ടുള്ളതിനെയാണ് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് പ്രധാനമായിട്ട് 4 ഡയമെൻഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ? അതായത് ഇത് നമ്മൾ ഈ ഒരു എസ്സേ ചോദിക്കുമ്പോൾ നമ്മളവിടെ എഴുതേണ്ട കാര്യമാണ് ഈ ഒരു 4 ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് സ്ലേവറി, എസ്റ്റേറ്റ്, കാസ്റ്റ്, ക്ലാസ്. ഓക്കെ, സ്ലേവറി ഉണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, കാസ്റ്റ് ഉണ്ട്. ഇത് 4 ഇതിൻ്റെ നമുക്കല്ലെങ്കിൽ പറയാം ഇതിൻ്റെ ബേസിക് സിസ്റ്റംസ് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ 4 എക്സാമ്പിളായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ടേംസുകളാണ് സ്ലേവറി, കാസ്റ്റ്, എസ്റ്റേറ്റ്, ക്ലാസ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് 4 എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയോ? നമ്മുടെ സ്ലേവറിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്ലേവറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അടിമത്വമാണ് അല്ലേ. സ്ലേവറി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവം? ഒരു മനുഷ്യനെ അവൻ ഇന്ന ജാതിയിൽ ജനിച്ചു, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാനുള്ള കെൽപ്പില്ല എന്നുള്ളതൊക്കെ ഒരു റീസണാക്കി വച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, അവരുടെ മേൽ മറ്റുള്ളവർ അധികാരം സ്ഥാപിച്ചെടുക്കുന്നതാണ് സ്ലേവറി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയല്ലേ? അതായത് എക്സ്ട്രീം ഫോം ഓഫ് ഇനിക്വാളിറ്റി ഇൻ വിച്ച് സം ഇൻഡിവിജ്വൽസ് ആർ ലിറ്ററലി ഓൺഡ് ബൈ അതേഴ്സ് അല്ലേ. ചില വ്യക്തികൾ ആ വ്യക്തികളുടെ മേലുള്ള അധികാരം സമൂഹത്തിൽ ഉയർന്ന തട്ടിലുള്ള മറ്റുള്ള വ്യക്തികൾക്കായിരിക്കും. ഓക്കെ, അതാണ് സ്ലേവറി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു അടിമകൾക്കെന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് അവരുടെ അവകാശങ്ങളൊന്നുമില്ല, അവർക്കൊരു വോയിസും ഇല്ല, അവർക്കൊരു അഭിപ്രായങ്ങളും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിസ്റ്റമായിരുന്നു നമ്മുടെ പുരാതന ഇന്ത്യൻ സമൂഹത്തിലൊക്കെ. ഈ ഒരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം പല രാജ്യങ്ങളും നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നുണ്ട്. സ്ലേവറി സ്ലേവ് ട്രേഡ് വരെ ഉണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ അടിമ കച്ചവടം വരെ ഉണ്ടായിരുന്നു അല്ലേ. ചന്തയിൽ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പോലെ അടിമകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർക്കുക, അടിമകളെന്ന് പറയുമ്പോൾ മനുഷ്യന്മാരാണ്. ഓക്കെ, നമുക്ക് പോയിട്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് വാങ്ങാമെന്ന് പറയുന്ന പോലെയായിരുന്നു പണ്ടൊരു കാലത്ത് നമ്മുടെ ഈ ഒരു സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നമ്മൾ സ്ലേവ് ട്രേഡിനെ പറ്റിയിട്ടൊക്കെ ഈ ഒരു ടോപ്പിക്കിനകത്ത് എഴുതേണ്ടതുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ അവിടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് സ്ലേവറി എന്ത് ചെയ്തിട്ടുണ്ട്, അബോളിഷ് ചെയ്തിട്ടുണ്ട്, നിർത്തലാക്കിയിട്ടുണ്ട് അല്ലേ. ഇന്ന് നമുക്ക് ഈ ഒരു സ്ലേവ് ട്രേഡോ സ്ലേവറി ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇത് പാടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി
വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സ്ലേവറി അഥവാ അടിമത്വം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയേണ്ട കാര്യമാണ് എന്താ, നമ്മുടെ എസ്റ്റേറ്റ്. ഓക്കെ, എസ്റ്റേറ്റ് എന്തായിരുന്നു, എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതും ഒരു തരത്തിലുള്ള സോഷ്യൽ ഡിവിഷൻസ് തന്നെയാണ്. ഓക്കെ, സാമൂഹിക വിഭജനം തന്നെയാണ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയേണ്ടതെന്ന് പറയുമ്പോൾ ഫ്യൂഡൽ യൂറോപ്പിലെ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ 10ാം ക്ലാസ്സിൽ ഫ്രഞ്ച് റവല്യൂഷനിൽ ഫ്യൂഡൽ സൊസൈറ്റി പഠിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ +1 ഹിസ്റ്ററിയിൽ 3 ഓർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കുന്നില്ലേ, അവിടെയൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് നമ്മുടെ യൂറോപ്യൻ ഫ്യൂഡൽ സൊസൈറ്റി എങ്ങനെയായിരുന്നു, 3 ഓർഡറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ക്ലർജി ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ഓർഡർ നോബിൾസ് ആയിരുന്നു. തേർഡ് ഓർഡർ എന്ന് പറയുമ്പോൾ കോമണേഴ്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഫ്യൂഡൽ സമൂഹത്തെ 3 തട്ടുകളായിട്ട് അവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് തന്നെയാണ് നമ്മൾ എസ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മളവിടെ ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നല്ലേ നമ്മൾ വിളിക്കുന്നത് ആ ഒരു ഫ്യൂഡൽ സൊസൈറ്റീനെ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് തന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, ആ സമൂഹത്തെ പല തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിക്വാളിറ്റീസ് ആണ്, സ്ട്രക്ചേർഡ് ഇനിക്വാളിറ്റീസ് കാണപ്പെടുന്ന ഒരു സിസ്റ്റമാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിന് ഉദാഹരണം തന്നെയാണ് ഈ പറയുന്ന സ്ലേവറിയും എസ്റ്റേറ്റും എന്നൊക്കെ പറയുന്നത്. കാരണം സ്ലേവറിയിലും എസ്റ്റേറ്റിലും ഒക്കെ കാണുന്നതും എന്ത് തന്നെയാണ്, ഈ പലതരത്തിലുള്ള ഡിവിഷൻസ് തന്നെയാണ് കാണുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കാസ്റ്റ് അല്ലേ. നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ 3ാമത്തെ ഒരു കമ്പോണൻ്റാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, കാസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് കാസ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ബർത്ത് ബേസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സംഭവമാണ് കാസ്റ്റ്. നമ്മുടെ ജനനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന, ഓരോ വ്യക്തിക്കും കിട്ടുന്ന എന്താണ് ലേബലാണ് കാസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ, ജാതി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊണ്ടോ ഒക്കെ നമ്മൾ നേടിയെടുക്കുന്നതാണോ നമ്മുടെ ജാതി എന്ന് പറയുന്നത്? അല്ല അല്ലേ. എന്താണ് ഇത്, നമുക്ക് സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് ഓരോ മനുഷ്യനും സമൂഹത്തിൽ ആർജിക്കുന്ന എന്താണ് പറയുക ഒരു കാര്യമാണ് നമ്മുടെ ജാതി എന്ന് പറയുന്നത്, കാസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു പോയിന്റ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റാണ് പ്യൂരിറ്റി പൊല്യൂഷൻ കോൺസെപ്റ്റ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാസ്റ്റ് എന്ന് പറയുന്നത് അഥവാ ജാതി എന്ന് പറയുന്നത് പ്യൂരിറ്റി പൊല്യൂഷൻ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. മീൻസ് അങ്ങനെ ആയിരുന്നു. ഓക്കെ, ഇന്ന് അത്രത്തോളം ഒന്നും അല്ലല്ലോ. ഓക്കെ, പ്യൂരിറ്റി പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശുദ്ധം അശുദ്ധം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അല്ലേ. എന്ന് പറയുമ്പോൾ എന്താണ്, ഉയർന്ന ജാതിയിൽപ്പെട്ട വ്യക്തികളെന്ന് പറയുന്നത് അവർ പ്യുവറായിട്ടുള്ള ആൾക്കാരാണ്, ശുദ്ധമായിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ഓൾസോ ലോവർ കാസ്റ്റിലുള്ള കീഴാള ജാതിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ എന്താണ്, അവർ അശുദ്ധരാണ് എന്നുള്ളൊരു സങ്കല്പം മുമ്പ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അല്ലേ. അത് ബേസ് നമ്മൾ ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ്, നമ്മളിപ്പം ഞാനൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് വിചാരിക്കൂ. അപ്പം ഞാനിങ്ങനെ വഴി കൂടി ഇങ്ങനെ നടന്നു പോവാണ്. അപ്പം എൻ്റെ മുന്നിൽ നിന്ന് ഒരു ഉയർന്ന ജാതിക്കാരൻ തമ്പുരാൻ ഇറങ്ങി വരാണ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ വഴിമാറി നിൽക്കണം. കാരണം എന്തുകൊണ്ടാണ്, ഞാൻ കീഴാള വർഗ്ഗമാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ദേഹത്ത് അയാൾ തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അയാൾക്ക് എന്തുണ്ടാവും, അശുദ്ധി ഉണ്ടാവും എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അഥവാ ഇങ്ങനെ തട്ടയും മുട്ടയൊക്കെ ചെയ്താൽ എന്താണെന്നറിയോ ചെയ്യുക, ഈ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ അവർ അശുദ്ധരാണെന്ന് വിചാരിച്ചിട്ട് അവരൊരുപാട് റിച്വൽസ്, അതായത് ആ ഒരു പ്യൂരിഫിക്കേഷൻ റിച്വൽസ് ചെയ്തിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് വീണ്ടും പ്യുവർ ആവാനുള്ള ഒരുപാട് റിച്വൽസും ആചാരങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ അത്രയും സീവിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പ്യൂരിറ്റി പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തായിരുന്നു നമ്മുടെ ഈ ഒരു ജാതി സമ്പ്രദായമൊക്കെ നിലനിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. ഞാനിപ്പോൾ എക്സാമ്പിളൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയേണ്ട കാര്യമാണ് നമ്മുടെ ഈ കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഹെറിറ്റഡ് ആണ്. എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം നമുക്ക് അച്ഛനമ്മമാരിൽ നിന്നുള്ള അച്ഛനമ്മമാരുടെ കാസ്റ്റല്ലേ നമുക്ക് കിട്ടുക അല്ലേ. ഇനി നമ്മുടെ മക്കൾക്ക് നമ്മുടെ കാസ്റ്റല്ലേ കിട്ടുക. മീൻസ് അതായത് ഇൻഹെറിറ്റഡ് ആയിട്ട് ഇങ്ങനെ കിട്ടി വരുന്നതാണ്. മനസ്സിലായോ? ഓക്കെ, അതാണ് നമുക്ക് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഹെറിറ്റഡ് ആണെന്ന് പറയുന്നത്. അതിനെന്താ നമുക്ക് പറയാൻ പറ്റുക, തലമുറയായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയേണ്ടതെന്ന് പറയുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു റിലീജിയൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റേതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസൊക്കെ, മതത്തിൻ്റേതായിട്ടുള്ള ഒരു സ്വാധീനമൊക്കെ എന്തിൽ വരുന്നുണ്ട്, ജാതി വ്യവസ്ഥയിൽ വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, അത് ബർത്ത് ബേസ്ഡ്, അത് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അത് നിങ്ങൾ ആദ്യമേ തന്നെ അങ്ങ്
കൊടുക്കുക. ബർത്ത് ബേസ് നമുക്ക് നമ്മുടെ ജനനം ബേസ് ചെയ്ത് കിട്ടുന്ന സംഭവമാണ് കാസ്റ്റ്, ജാതി എന്ന് പറയുന്നത്. പിന്നെ പ്യൂരിറ്റി പൊല്യൂഷൻ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ഇൻഹെറിറ്റഡ് ആയിട്ട് തലമുറയായിട്ട് കൈമാറി നമുക്ക് കിട്ടി വരുന്നതാണ്, ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ് കാസ്റ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ പവർ കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നും നമ്മൾ നേടിയെടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സെലക്ട് ചെയ്ത് എടുത്തതൊന്നുമല്ല, ഇത് നാച്ചുറലായിട്ട് കിട്ടി വരുന്ന സംഭവമാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു റിലീജിയൻ്റേതായിട്ടുള്ള ഒരു സ്വാധീനത്തിൻ്റെ കാര്യം കൂടി നമ്മളിവിടെ പറഞ്ഞു, മതത്തിൻ്റെ സ്വാധീനം കൂടി പറഞ്ഞു. ഇതാണ് കാസ്റ്റ്. ഓക്കെ, കാസ്റ്റ് ലിസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം. നമ്മൾ എന്താ പറയുക, ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. മുമ്പ് നമ്മുടെ സമൂഹത്തെ എന്താണ് 4 കാസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 4 സെക്ഷൻസ് ആയിട്ട്. ബ്രാഹ്മിൻസ്, പിന്നെന്താണ് ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നൊക്കെ പറഞ്ഞ് 4 വർണ്ണങ്ങളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ് കേട്ടോ. ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് 4 വർണ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത കാര്യം. ഇനി ഈ പഞ്ചമാസം എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പഞ്ചമാസ് അഥവാ ഔട്ട് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചമാസ് അഥവാ ഔട്ട് കാസ്റ്റ് എന്ന് പറയുന്നത് ഈ 4 വർണ്ണങ്ങളിലും ഉൾപ്പെടാത്ത ആൾക്കാരെ വച്ചിട്ടുള്ളതാണ് പഞ്ചമാസ്. അതായത് ബ്രാഹ്മിൻസും ക്ഷത്രിയാസും വൈശ്യാസും ശൂദ്രാസും അല്ലാത്ത ചില ആൾക്കാർ, അവരെയാണ് നമ്മൾ പഞ്ചമാസിന് അഥവാ ഔട്ടർ കാസ്റ്റിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന സംഭവമാണ് ക്ലാസ് എന്താണെന്നുള്ളത് അല്ലേ. നമ്മൾ കാസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതി കൊടുത്താൽ മതി, ക്ലാസ്സായി. ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ സംഭവം? ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം, അതാണ് ഈസി. കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു ബർത്ത് ബേസ് ചെയ്ത് നമുക്ക് ജനനം ബേസ് ചെയ്ത് കിട്ടുന്നതാണെന്ന്. പക്ഷേ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാവോ? അത് അങ്ങനെയല്ല. ബർത്ത് ബേസ് ചെയ്ത് നമുക്ക് ജനനം ബേസ് ചെയ്തൊന്നും നമ്മൾ ജനനം ബേസ് ചെയ്തൊന്നും കിട്ടുന്നതല്ല ക്ലാസ് എന്ന് പറയുമ്പോൾ വർഗ്ഗം എന്ന് പറയുന്നത്. ക്ലാസ് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് കിട്ടുക? നമുക്ക് നമ്മുടെ പവർ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് വെച്ചിട്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ് ക്ലാസ് അഥവാ വർഗ്ഗം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. എന്താണെന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയിലൊക്കെ എത്തുകയാണെന്ന് വെച്ചോ. ഓക്കെ, നല്ലൊരു അത്യാവശ്യം നല്ലൊരു വൈറ്റ് കോളർ ജോബൊക്കെ എനിക്ക് കിട്ടുകയാണെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ എൻ്റെ ക്ലാസ് എന്തിലോട്ട് പോകും? അപ്പർ ക്ലാസ്സായി മാറും അല്ലേ. ഞാൻ ചിലപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടി ആയിരുന്നിരിക്കാം, പക്ഷേ ഞാൻ പഠിച്ച് നല്ലൊരു ജോലി എടുക്കുകയാണെന്നല്ലേ, വൈറ്റ് കോളർ അത്രയും സാലറിയൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു ജോബിലോട്ട് ഞാൻ എത്തുകയാണെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ക്ലാസ് ബേസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ എവിടെ വരും? ഞാൻ അപ്പർ ക്ലാസ്സിലായിരിക്കും പോകുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു അപ്പർ ക്ലാസ് അതാണ് ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പറയും. നമ്മുടെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുന്ന നമ്മുടെ എബിലിറ്റീസൊക്കെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് ക്ലാസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാം ഇവിടെ പ്യൂരിറ്റി പൊല്യൂഷൻ കോൺസെപ്റ്റ് ഒന്നും ഇല്ല അല്ലേ. ക്ലാസ്സിനകത്ത് പ്യൂരിറ്റി പൊല്യൂഷൻ കോൺസെപ്റ്റ് ഒന്നും ഇല്ല. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ നമ്മുടെ എക്കണോമിക് പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ നേരത്തെ ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളമാണ് എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന ക്ലാസ്സിലാണോ എന്ന് പറഞ്ഞ് നമ്മളെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ ആദ്യം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു നമ്മുടെ സൊസൈറ്റിക്കകത്ത് എത്ര ക്ലാസ്സുകളാണുള്ളത്? പ്രധാനമായിട്ടും 3 ക്ലാസ്സസ് ആണുള്ളത്. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. ഓക്കെ, എന്ന് പറയുമ്പോൾ എന്താണ് അപ്പർ ക്ലാസ് എന്ന് പറയുമ്പോൾ എക്കണോമിക്കലി അവർ മുന്നോട്ട് നിൽക്കുന്നവരാണ് അപ്പർ ക്ലാസ്സിൽ നിൽക്കുക, സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരാണ് അപ്പർ ക്ലാസ്. ഇനി ലോവർ ക്ലാസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് താഴോട്ട് നിൽക്കുന്നവർ. ഇനി ഇത് ഇടയിലുള്ള ഇടനിലക്കാരാണ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു 3 ഡിവിഷൻസ് ഒക്കെ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ എക്കണോമിക് പൊസിഷൻ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന ക്ലാസ്സിലാണോ ഈ 3-ൽ ഏത് ക്ലാസ്സിലാണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതൊരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് പറയാം ഇത് ഇൻഹെറിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതൊന്നുമല്ല അല്ലേ. അത് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ലോവർ ക്ലാസ്സിൽ ജനിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പക്ഷേ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ചിലപ്പോൾ നാളെ ഞാൻ അപ്പർ ക്ലാസ്സിലോട്ട് എത്തപ്പെടാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്ന സംഭവമൊന്നും അല്ല അല്ലേ. നമുക്ക് പാരൻസിൻ്റെയെന്നോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെയെന്നോ ഒക്കെ ഇങ്ങനെ തലമുറ കൈമാറി കിട്ടുന്ന ഒരു സംഭവമല്ല ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാം ഇതിന് പ്രത്യേകിച്ച് മതത്തിൻ്റെ സ്വാധീനമൊന്നും ഇതിനകത്ത് വരുന്നില്ല, റിലീജിയൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നും വരുന്നില്ല. പ്യുവർലി നമ്മളെവിടെ പറയുന്നത് നമ്മുടെ സമ്പത്ത് ബേസ് ചെയ്തിട്ടല്ലേ ഇവിടെ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ മതത്തിൻ്റെതായിട്ടുള്ള കാര്യമൊന്നും ഇവിടെ വരുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലായി കാണാം, കാസ്റ്റ് നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങളാണ് ക്ലാസ്സിനകത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതിൻ്റെ 4 ഡയമെൻഷൻസ് ഏതൊക്കെയാണ്? സ്ലേവറി, എസ്റ്റേറ്റ്, പിന്നെന്താ കാസ്റ്റ്, ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചേർത്താണ് നമുക്ക് 8 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ഒക്കെ എഴുതാൻ ചോദിക്കാറുണ്ട്. ഇനി അങ്ങനെയൊന്നും ചോദിച്ചില്ലെങ്കിലേ ഈ കാസ്റ്റും ക്ലാസ്സും ഇല്ലേ, ഇത് രണ്ടും 4 മാർക്കിനും
എന്താ പറയുക കമ്പാരിസൺ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ഈ ഒരു ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഈ കാസ്റ്റും ക്ലാസ്സും പറഞ്ഞില്ലേ, കുറേ പോയിൻറ്റ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്താണ് പഠിച്ചത് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് രണ്ട് എന്താ പറയുക ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പോയിൻറ്റ്സ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. കാസ്റ്റും ക്ലാസ്സും അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണത്. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. താങ്ക് യു.